ഞങ്ങൾ കാണാൻ പോണത് ദുബായ് മാളിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദുബായ് മാള് അതുപോലെ തന്നെ ദുബായ് ഫൗണ്ടൻ ബുർജ് ഖലീഫ. അപ്പോൾ ദുബായ് മാളിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതുകൊണ്ട് ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. ഇതിൽ ഞാനിപ്പോൾ ദുബായ് ഫൗണ്ടനും ബുർജ് ഖലീഫയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദുബായ് മാളിൽ നിന്ന് നമുക്ക് ദുബായ് ഫൗണ്ടനിലോട്ടും അതുപോലെ തന്നെ ബുർജ് ഖലീഫേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ അവിടെ രണ്ടിടത്തേക്കും ഈ ദുബായ് മാളിൽ നിന്ന് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതാ ദുബായ് ഫൗണ്ടൻ്റെ അവിടെയാണ് എത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലാണ് ബുർജ് ഖലീഫ വരുന്നത്. ഇപ്പം വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഇവിടെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടി എല്ലാവരും വരുന്നത്. കാരണം ഇതിലൊരു ലൈറ്റ് ഇങ്ങനെ വന്ന് തെളിയും. അതുപോലെ തന്നെ ഈ ദുബായ് ഫൗണ്ടനിൽ വാട്ടർ ഡാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ എല്ലാം ഈ വൈകുന്നേരം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലെല്ലാം ലൈറ്റ് വന്ന് നിറയും. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ ഇരുട്ടാകുന്നതേ ഉള്ളൂ. ഇരുട്ടായി തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ലൈറ്റ് വന്ന് നിറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന ബുർജ് ഖലീഫ ഇതാ ഈ കാണുന്നതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ ഇതിൽ ലൈറ്റൊക്കെ വന്ന് നിറഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് മഴ തൂളിയായിരുന്നു. എന്നാലും പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാട്ടർ ഡാൻസ് കാണുക. ഇവിടെയാണ് ഫൗണ്ടൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്ന് വെള്ളം ഡാൻസ് കളിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ ലൈറ്റ് ഇതാ ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കത് ഇവിടെ നിന്ന് ഐസ്ക്രീം വേണേൽ കഴിക്കാൻ. നല്ല കാശാണ്. കാണുന്ന വെള്ളയാ. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാനാവുന്നേ ഉള്ളൂ. അപ്പം ബുർജ് ഖലീഫയിൽ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി തെളിഞ്ഞു തുടങ്ങി. അപ്പം ഇത് നോക്കുമ്പോൾ അവിടെ കൂടെ ഒരു വിമാനം പോകണം. അപ്പം ബുർജ് ഖലീഫയുടെ അത്രയും പോലും പൊക്കത്തിലല്ല ഫ്ലൈറ്റ് പോകുന്നത്. അപ്പം ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഫ്ലൈറ്റ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ലാൻഡിങ് ആണെന്ന് തോന്നുന്നു. ദുബായ് എയർപോർട്ട് ഇവിടെ അടുത്താണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്കുള്ള ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഫ്ലൈറ്റ് ആയിരിക്കാം. അപ്പോൾ ഇതെവിടെയുള്ള എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ തെളിഞ്ഞ് ഇതാ നമ്മുടെ ബുർജ് ഖലീഫയിൽ ലൈറ്റ് വന്നു തുടങ്ങി. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മേലെ വരെ എത്തും. അതെല്ലേ?
അങ്ങനെ ഇതാ ബുർജ് ഖലീഫയുടെ ലൈറ്റ്നിങ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനെ അടുത്ത ഷോ ഉണ്ട്. ഓരോരോ ടൈം 7 മിനിറ്റാന്ന് തോന്നുന്നു ഒരു ഷോയ്. അപ്പോൾ അടുത്ത ഷോയ്ക്ക് വന്ന് നിൽക്കുന്നതാണ് ആൾക്കാരിവിടെ. ഇനി ഇവിടെ വാട്ടർ ഫൗണ്ടൻ വരും. അത് നമുക്കിത് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിങ്ങനെ പൊങ്ങി വന്നൊരു പുക പോലെ വന്നിട്ട് മേലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഇന്നൊരു ദിവസം ഞങ്ങൾ ഈ 3 സ്ഥലങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.